കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ പ്രതികളായ പോലീസുകാർ പിടിയിലായി. താമരശ്ശേരിയിൽ നിന്നാണ് സീനിയർ CPO ഷൈജിത്ത്, CPO സനിത്ത് എന്നിവർ പിടിയിലായത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏത് തരത്തിലാണ് ഇവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്? കേസ് എത്തി നിൽക്കുന്ന ഘട്ടം ഈ അറസ്റ്റോടുകൂടി ഈ രണ്ട് പ്രതികളും പിടിയിലാകുന്നതോടുകൂടി പൂർണ്ണമാവുകയാണോ? അപർണ, മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരാഴ്ച മുമ്പാണ് ഒരു സെക്സ് റാക്കറ്റ് സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിന്റെ നടത്തിപ്പുകാരിയായ ബിന്ദുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. പിന്നീട് ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുകയും മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേന്ദ്രത്തിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ പ്രധാന നടത്തിപ്പുകാരെന്ന് പോലീസിന് വ്യക്തമാവുകയായിരുന്നു. പ്രതിദിനം 1 ലക്ഷം രൂപയിലധികമാണ് സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പെൺവാണിഭ കേന്ദ്രത്തിൽ നിന്നും വരുമാനമായി ലഭിച്ചിട്ടുണ്ട്. ആ പണത്തിൽ ഏറിയ പങ്കും ഈ പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വലിയ തുകയാണ് ഇരുവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്ത്. ഒപ്പം ഈ കസ്റ്റഡിയിലായ ബിന്ദുവിനൊപ്പം കസ്റ്റഡിയിലായ മറ്റ് ഇടപാടുകാരും ഈ പോലീസുകാരുടെ പങ്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകി. ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ 2 പോലീസുകാരും ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. പ്രതികളുടെ വീട്ടിലടക്കം എത്തി പരിശോധനകൾ നടത്തുകയും പാസ്പോർട്ട് അടക്കം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതികൾക്കായി തെരച്ചിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ താമരശ്ശേരിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഇരുവരെയും പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ മാറ്റിയിരിക്കുന്നു. എന്തായാലും ഈ പ്രതികൾക്ക് ഈ പെൺവാണിഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സമാനമായ ഒരു കേസിൽ അറസ്റ്റിലായ ആളായിരുന്നു വയനാട് സ്വദേശിനിയായ ബിന്ദു. ആ ബിന്ദുവുമായി പിന്നീട് ഈ പോലീസുകാർ 2 പേരും സമ്പർക്കം പുലർത്തുകയും അവരുടെ കൂടെ സഹായത്തോടുകൂടി ഒരു സെക്സ് റാക്കറ്റ് തന്നെ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. നേരത്തെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്ന ഇവർ പിന്നീട് നഗരപരിധിയിലേക്ക് മാറുകയുമാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരം ഈ പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം ഈ സ്ഥലം നിരീക്ഷണത്തിലാവുകയും അതിനുശേഷം പിന്നീട് റെയ്ഡ് നടത്തുകയുമാണ് ഉണ്ടായത്. എന്നാൽ പിന്നീടാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ പോലീസിന് ലഭിച്ചത്. അതായത് പോലീസുകാർ തന്നെയാണ് ഈ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുന്നത്. അങ്ങേയറ്റം പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമാവുന്ന, നാണക്കേടാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അനീഷ, അതായത് അത് തന്നെ സേനയ്ക്ക് വലിയ അപമാനമുണ്ടാക്കിയ സംഭവം കൂടിയാണ്. ഇവർക്ക് കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ? ഇവരുടെ ബാങ്ക് ഇടപാടുകളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ 3 വർഷങ്ങളായി ഇവരുടെ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ പണം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പരിശോധനയിൽ നിന്നും കൃത്യമായി വ്യക്തമായിരിക്കുന്നത്. അതിനുമുമ്പ് സാധാരണഗതിയിൽ ജീവിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷെ പെട്ടെന്നാണ് സാമ്പത്തിക സ്രോതസ് വർദ്ധിച്ചത്. ഒപ്പം വലിയ തോതിലുള്ള ആഡംബര ജീവിതത്തിലേക്ക് ഇരുവരും മാറുകയും ചെയ്തു. സ്ഥാപനങ്ങളിൽ എന്നിവയിലൊക്കെ ഇവർക്ക് നിക്ഷേപങ്ങളുണ്ടോ എന്നുള്ള പരിശോധന നടത്തി വരികയാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ടെലിഫോൺ വിശദാംശങ്ങളും ഒക്കെ ഇതിനകം പോലീസ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചു വരുന്നു. സേനയുടെ തന്നെ മറ്റേതെങ്കിലും ആളുകളുടെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ? എങ്ങനെയാണ് നഗര ഹൃദയത്തിൽ ഇത്തരത്തിൽ ഒരു സെക്സ് റാക്കറ്റ് മുന്നോട്ട് പോകാൻ ഇരുവർക്കും ധൈര്യം ലഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി അന്വേഷണം നടന്നു വരികയാണ്. എന്ത് തരത്തിലാണ് ഇവർ പണം വിനിയോഗിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ ഇത്തരത്തിൽ അവിഹിത മാർഗത്തിലൂടെ ലഭിച്ച പണം ചെലവഴിച്ചത് എന്നടക്കം വളരെ വിശദമായ പരിശോധനകൾ നടത്തിവരുന്നു. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ആളുകളുണ്ടോ എന്നും ഉള്ള അന്വേഷണം നടക്കുന്നു. ഈ പ്രതിയിലായ ആളുകളെ, കസ്റ്റഡിയിലായ പ്രതികളെ പലവട്ടം പോലീസിനിടയിൽ വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ചും ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വിശദമായ മൊഴി രേഖപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും ഈ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത്, ഈ അപ്പാർട്ട്മെന്റിൽ എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമായിരുന്നു. വളരെ തുച്ഛമായ പണമാണ് ഈ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും പുറത്തുനിന്നുമൊക്കെയായി എത്തിച്ചിരുന്ന ഈ സ്ത്രീകൾക്ക് നൽകിയിരുന്നത്. അതിനുശേഷം പലയിടങ്ങളിൽ നിന്നുള്ള ഇടപാടുകൾ ഇവിടെ എത്തുകയും ചെയ്യുന്നു. പലപ്പോഴും പ്രതിദിനം 1 ലക്ഷം രൂപ വരെ ഈ സ്ഥാപനത്തിൽ നിന്നും
ലഭിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തുക പൂർണ്ണമായും ബിന്ദുവിന് ചെറിയ പണം നൽകിയും ഈ എത്തിക്കുന്ന പെൺകുട്ടികളെ അവരെ ചൂഷണം ചെയ്ത ശേഷം അവർക്കും ഒരു ചെറിയ വിഹിതം മാത്രം നൽകിയ ശേഷം മറ്റ് പണം പൂർണ്ണമായും ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്കാണ് എത്തിയിരുന്നത് എന്ന വിവരവും ലഭിക്കുന്നു. എന്തായാലും വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. കൃത്യമായി പഴുതടച്ച രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അപർണ. എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകി.